അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ ഭൂമിയിൽ തുടച്ചു നീക്കി ക്രൂരമായ ഇടപെടൽ നടത്തി. ഒരു യുവാവിന്റെ സ്നേഹത്തെ ഗ്രീഷ്മ കൊലപ്പെടുത്തി. ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ആലോചിച്ചപ്പോൾ മുതൽ ഗൂഢാലോചനയാണ്. സ്നേഹം നടിച്ചാണ് വിളിച്ചു വരുത്തിയത്. ഗ്രീഷ്മയുടെ മനസ്സിൽ ചെകുത്താൻ ചിന്ത എന്ന് പറയുകയാണ് പ്രോസിക്യൂഷൻ. ഡെവിളിഷ് തോട്ട് എന്ന വാക്ക് ആവർത്തിക്കുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ. ഷാരോണിനെ വിഷം കലർന്ന് കഷായം കുടിപ്പിക്കണം എന്ന് ഉറപ്പിച്ചിരുന്നു. പ്രതിഭാഗത്തിന്റെ ആത്മഹത്യാവാദം വിചിത്രമാണ്. ഒരു തീരുമാനവും അത് നടപ്പാക്കുക എന്ന ലക്ഷ്യവും പലയാവർത്തി ശ്രമിച്ചു ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ. 11 ദിവസം ഷാരോൺ വേദന അനുഭവിച്ചു. അസഹനീയമായ വേദന അനുഭവിക്കുകയാണ്. ആ വേദനയോളം വരില്ല മറ്റൊരു വേദനയും എന്ന് പറയുന്നു. ഗ്രീഷ്മയ്ക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു തുടങ്ങിയ ഷാർപ്പായ കൃത്യമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയാണ്. സജോ ദേവസ്യ ചേർന്നു. സജോ, എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്ന വളരെ നോമിലായ വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിഭാഗം അവരുടെ ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കിയത് മറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിഞ്ഞുകൊണ്ടല്ലേ സജോ? ഹാഷ്മി, ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വാദമുഖങ്ങൾ തന്നെയാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. അതായത് ഒന്നാം പ്രതി ഗ്രീഷ്മ മുന്നോട്ട് വെച്ചത് തനിക്ക് പഠിക്കണം, തൻ്റെ പ്രായം, അതുകൊണ്ട് വിദ്യാഭ്യാസ രേഖകൾ അതൊക്കെ മുന്നോട്ട് വെച്ച് ശിക്ഷയുടെ കടുപ്പം കുറയ്ക്കാനുള്ള ശ്രമം, അവസാനവട്ട ശ്രമം, കാരണം ശിക്ഷാവിധിയിന്മേലാണ് വാദം നടക്കുന്നത്. അവസാനവട്ട ശ്രമം നടത്തുകയാണ് അവർ. മറ്റൊന്നും മുന്നോട്ട് വെക്കാനില്ല. കാരണം കോടതി സംശയാതീതമായും ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതാണ്. ഇതിന്മേൽ ശിക്ഷയുടെ കടുപ്പം കുറയ്ക്കുക, കാഠിന്യം കുറയ്ക്കുക എന്നത് മാത്രമാണ് പ്രതിഭാഗത്തിന് ചെയ്യാനുള്ളത്. അതുകൊണ്ട് പ്രായം, പഠിക്കണം, വിദ്യാഭ്യാസ രേഖകൾ കോടതിയുടെ മുന്നിൽ വെക്കുന്നു, അതിനുള്ള അവസരം തരണം എന്ന് വാദിക്കുന്നു. അതുവഴി ശിക്ഷയുടെ കടുപ്പം കുറയ്ക്കുക എന്ന ശ്രമമാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖങ്ങൾ കോടതിയിൽ മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, പരമാവധി ശിക്ഷ തന്നെ നൽകണം, എന്തുകൊണ്ട് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയുന്നു, എന്ന് വാദിക്കുന്നു എന്നതിൻ്റെ വാദമുഖങ്ങളാണ് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതായത് പൈശാചിക ചിന്ത പ്രതിയുടെ മനസ്സിലുണ്ട്. അത് ഈ കേസിൻ്റെ ചരിത്രമാകെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതായത് ഈ കുറ്റകൃത്യം വളരെ വിപുലമായി ആസൂത്രണം ചെയ്തു. ആദ്യം ഒരു തവണ വിഷം കുടിപ്പിച്ചു, അന്നത് നടന്നില്ല. രണ്ടാം തവണയും സമാനമായ ആസൂത്രണം നടത്തി. അത് തന്നെ സ്നേഹം നടിച്ചാണ് വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ ഇതിനുവേണ്ടി കൃത്യമായ മുന്നൊരുക്കങ്ങൾ, പഠനമൊക്കെ നടത്തി. അത് കുറ്റവാസനം, ക്രിമിനൽ മൈൻഡ് എത്രത്തോളം ഉണ്ട്, പ്രതി എത്രത്തോളം കുറ്റവാസനയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഗ്രീഷ്മ നേരത്തെ കോടതിയിൽ വാദിച്ച ഒരു കാര്യം, പറയാൻ ശ്രമിച്ച ഒരു കാര്യം, മുൻപ് മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് സ്ഥിരമായി കുറ്റകൃത്യ വാസനയുള്ള ആളല്ല, ക്രിമിനൽ മൈൻഡ് അങ്ങനെയുള്ള ആളല്ലെന്നും പ്രായവും വിദ്യാഭ്യാസ കാര്യങ്ങളും പരിഗണിച്ച് ഇളവ് നൽകണം എന്നുമാണ് വാദിച്ചത്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒരു തവണ പരാജയപ്പെട്ടതാണ്, വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ വരുമ്പോൾ ആ പൈശാചിക ചിന്ത തുടർച്ചയായി ഉണ്ടായിരുന്നിരിക്കണം. വിഷം കലർന്ന കഷായം കുടിപ്പിക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി. അതിനൊരു ആത്മഹത്യാവാദമൊക്കെ നേരത്തെ, ആത്മഹത്യാ ടെൻഡൻസിയുള്ള ആളാണ് ഒന്നാം പ്രതി ഗ്രീഷ്മ എന്നൊക്കെയുള്ള വാദം നേരത്തെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെയും എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. ഒരു തീരുമാനം എടുക്കുക, അത് നടപ്പാക്കുക, അതിനുവേണ്ടി കൃത്യമായ പദ്ധതി ഉണ്ടാക്കുക, അങ്ങനെ ആ ലക്ഷ്യം നടപ്പിലാക്കുക എന്നതാണ്. ഷാരോണിന്റെ സാഹചര്യം മനസ്സിലാക്കണം. ഈ കഷായം കുടിച്ചതിന് ശേഷം അവശത ഉണ്ടാകുന്നു, വീട്ടിലെത്തുന്നു, പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്നു. 11 ദിവസം ശരീരമാകെ ഇൻഫെക്ഷനായി, ശരീരത്തിന്റെ അന്നനാളവും കുടലിലും ഒക്കെ പൊള്ളി പോകുന്ന അവസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത നിലയിൽ വലിയ പീഡനം അനുഭവിച്ചാണ് ആ ചെറുപ്പക്കാരൻ ഭൂമുഖത്തു നിന്ന് പോയത്. അങ്ങനെ ഒരു യുവാവിനെ ഭൂമിയിൽ നിന്നേ തുടച്ചു നീക്കുകയാണ് ഈ പ്രതി ചെയ്തത്. ആ വേദനയേക്കാൾ വലിയ വേദനയല്ല പ്രതിയുടെ ആഗ്രഹവും ലക്ഷ്യവും താല്പര്യവും ഒന്നും. ആ ഷാരോൺ അനുഭവിച്ച വേദനയുടെ തീവ്രത, 11 ദിവസം വിശ്വസിച്ച സുഹൃത്ത് അല്ലെങ്കിൽ പ്രണയിനിയും ചതിച്ച് വഞ്ചിച്ച് വിഷം കുടിപ്പിച്ചതാണ്. അങ്ങനെ 11 ദിവസം ക്രൂരമായ വേദന അനുഭവിച്ചാണ് ആ ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആ വേദനയേക്കാൾ വലുതായി ഒന്നും പ്രതിക്ക് നീതിയായി നൽകേണ്ടതില്ല എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് നേരത്തെ തന്നെ നമ്മൾ ആ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏതൊരാളെയും അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഷാരോൺ അനുഭവിച്ച വേദന അത്രത്തോളം വലുതാണ്. അത് ആവർത്തിച്ച് കോടതിയുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുകയാണ് വീണ്ടും പ്രോസിക്യൂഷൻ. ഗ്രീഷ്മ നൽകിയ വിഷം ഷാരോണിന്റെ ശരീരമാസകലം തകർത്തു. അത്രയും വേദന അനുഭവിച്ചതിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും നിലയ്ക്ക്, സാധാരണഗതിയിൽ കൊലപാതകത്തിന് പല രീതിയുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലായിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ആസൂത്രിതമാണ്. നാളുകൾ ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്.